വിശുദ്ധ യൗസേപ്പ് പിതാവിനെ നോക്കിയേ, തിരുക്കുടുംബമായി ഇത് മാറാനുള്ള കാരണമാണ് പറയണത്. ദൈവം പറയണതിന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കില്ല. ഒരു വാക്ക് ചോദിക്കുന്നുണ്ടോ? വൈ? അങ്ങനത്തെ ഒരു ചോദ്യമില്ല. എന്താ ചെയ്യേണ്ടതെന്നോ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നോ ഒരൊറ്റ ചോദ്യമില്ല. കർത്താവ് പറയുന്നു, അത് ചെയ്യുന്നു. ഇങ്ങോട്ട് ഓടാൻ പറയുന്നു, അങ്ങോട്ട് പോകുന്നു. ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ പറയുന്നു, അങ്ങോട്ട് ഓടുന്നു. ഉടനെ തിരിച്ചു വരാൻ പറയുന്നു, അങ്ങോട്ട് ഓടുന്നു. വീണ്ടും ഇങ്ങനെ അലഞ്ഞു നടക്കാൻ പോലും യൗസേപ്പിനെ പ്രേരിപ്പിച്ചത് അത് ദൈവം പറഞ്ഞതാണെന്നുള്ളത് കൊണ്ടാണ്. എൻ്റെ കർത്താവ് പറഞ്ഞു, ഞാനത് അനുസരിക്കുന്നു. ഇന്ന് ആ കുടുംബത്തിന്റെ പേര് തിരുക്കുടുംബം. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് പരിശുദ്ധ മാതാവ് ദൈവത്തിന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുമ്പോൾ, പിതാവെ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറിയാൽ മതി എന്ന് രക്തം വിയർക്കുന്ന നേരത്ത് പോലും ഈശോ വിളിച്ചു പറയുമ്പോൾ ഓർക്കണം, ആ കുടുംബത്തിന്റെ പേര് തിരുക്കുടുംബം. ഒരച്ഛൻ, ബോബിയച്ഛനാണ്. അച്ഛൻ്റെ ഇങ്ങനെ ചേട്ടൻ കട്ടില വെക്കാനായിട്ട് വിളിക്കുന്നു. അച്ഛൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇനി ജനൽ വെക്കാനും വാതിൽ വെക്കാനൊക്കെ ഞാൻ വേണ്ടി വരുമോ ചോദിക്കുമ്പോൾ ആ ചേട്ടൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇത്തിരി ഗൗരവത്തോടെ, നീ ചിരിക്കണത് എന്തിനാ? ഞാൻ വയ്ക്കുന്ന ഈ വാതിലിനുള്ളിലൂടെ എൻ്റെ ഈശോയ്ക്ക് നിരക്കാത്തതൊന്നും തന്നെ ഈ വാതിലിനുള്ളിലൂടെ എൻ്റെ കുടുംബത്തിലേക്കോ ജീവിതത്തിലേക്കോ പ്രവേശിക്കരുതെന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ഞാനിതൊന്ന് വെഞ്ചരിക്കാൻ പറഞ്ഞത്.